നമുക്കിന്നൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. ഉള്ളിത്തീയൽ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന തീയലാണ്. ഉള്ളിത്തീയൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഉള്ളിത്തീയലിൻ്റെ കൂടെ നമുക്ക് ബീൻസ് ചേർക്കാം, അതുപോലെ പാവയ്ക്കയും ഉള്ളിയും കൂടെ തീയലുണ്ടാക്കാം, ഉള്ളിയും വഴുതനങ്ങയും കൂടെ തീയലുണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ഉള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 1/4 കിലോ ഉള്ളി നന്നായി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ 1-2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഇടവിട്ട് നമ്മളിത് ഇളക്കി കൊടുത്ത് അതൊന്ന് നന്നായി വഴന്നു വരുന്നത് പോലെ അടച്ച് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ ആദ്യം കടുക് വറുക്കുന്നത് ഓപ്ഷണലാണ്. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നേരിട്ട് ഉള്ളി വഴറ്റി തീയലെല്ലാം റെഡി ആയതിന് ശേഷം കടുക് വറുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം കടുക് വറുത്തിട്ട് ഇതിടുന്നത്. അഞ്ച് മിനിറ്റ് കൊണ്ട് ഉള്ളിയൊക്കെ ഇതുപോലെ അരികൊക്കെ മുരിഞ്ഞ് വരും. ആ സമയത്തെ നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് നന്നായി വേകുന്ന ഒരു സമയം കൊണ്ട് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വയ്ക്കാം. അതുപോലെ തന്നെ വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങയും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് വറുത്തരയ്ക്കാം. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. നന്നായി എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ണ പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതാ നമ്മളുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതാ 10 മിനിറ്റിൽ നമ്മളുടെ ഉള്ളി നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ചേർക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. ഇനി പാകം നോക്കിയിട്ട് വെള്ളം, ഉപ്പ്, പുളി ഏതെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ച് തുറന്നു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിത്തീയൽ റെഡിയായി കഴിഞ്ഞു.